14 ഇങ്ങനെ 5 അധ്യായങ്ങളിലാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഈ അൽഹംദുലില്ലാഹ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ അവിടെ സ്തുതിക്കുമ്പോൾ ഈ ഹംദ് പറയുമ്പോൾ ഹുവ വസ്ഫുൽ മഹ്മൂദി ബിൽ കമാലി മഹബ്ബത്തൻ വ തഅദീമൻ. നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ പുകഴ്ത്തൽ മാത്രമല്ല, മദ്ഹ് ചെയ്യൽ മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കലാവണമെങ്കിൽ ആ അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിൽ മഹബ്ബത്ത് നിറയണം, ഇഷ്ടം നിറയണം. ഇഷ്ടത്തോടുകൂടി അള്ളാഹിനെ സ്തുതിക്കലാണ്. വതഅദീമൻ, അള്ളാഹുവിനോടുള്ള ആ മഹത്വം, റബ്ബിന്റെ മഹത്വമോർത്ത് അവനോട് വിനയപ്പെടുന്നൊരു മനസ്സും അവനോടുള്ളൊരു ഇഷ്ടവും ഒക്കെ നിറഞ്ഞുകൊണ്ടുള്ള സ്തുതിയാണ് അള്ളാഹുവിനോടുള്ള യഥാർത്ഥത്തിലുള്ള, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള സ്തുതി. അങ്ങനെ പറയാനെന്താ കാരണം? ഒരാളെ സ്തുതിപാഠകനാവുക അല്ലെങ്കിൽ ഒരാളെ സ്തുതിക്കുക എന്നുള്ളതിന് സ്നേഹവും ബഹുമാനമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്കിപ്പോൾ ഒരാളെ തനിച്ച വെറുപ്പെരിക്കും, പക്ഷെ അയാളെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഭയങ്കര മധുഹൊക്കെ പറയും. അയാളെ കൊണ്ടുള്ള ഷെറ് തടുക്കാനാവും ചിലപ്പോൾ. അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം അയാളെപ്പറ്റി എൻ്റെ മനസ്സിലില്ലാത്ത ഒരു ഭക്തിയും ബഹുമാനമൊന്നും എനിക്കില്ല. അത് തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളെ മദ്ഹ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അയാൾ മഹബത്തും തഅദീമും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലരും എത്ര ആളെ ഇരുത്തി ഇങ്ങനെ പ്രശംസിക്കലുണ്ട്. എൻ്റെ മനസ്സിലുണ്ടാവും എന്ത്? യാതൊരു ബഹുമാനം ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, ബൽ ഖദ് യംദഹുൽ ഇൻസാനു ശഖ്സൻ ലാ യുസാവി ഫിൽസൻ. അരക്കാശിന് കൊള്ളാത്ത ആൾക്കാരെന്ത് ചെയ്യും? എന്താക്കാറുണ്ട്? മദ്ഹ് ചെയ്യാറുണ്ട്. പിന്നെ അതെന്തായിരിക്കും? അവൻ എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടാനുണ്ടാകും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഉപദ്രവം തടയണമെന്നുണ്ടാകും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ പുകഴ്ത്തിയാൽ പോരാ. അമ്മൽ ഹംദു, അൽഹംദുലില്ലാഹ് എന്ന് റബ്ബിനെ സ്തുതിക്കുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ സ്തുതിക്കണം. അപ്പം ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്ര അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്? ആ അൽഹംദുലില്ലകൾ റബ്ബിനോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ നിറഞ്ഞുകൊണ്ട് പറയണം എന്നാണ്. അതല്ല ഈ അൽഹംദുലില്ലക്കൊക്കെ എത്ര വലിയ മഹത്വം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്തപ്പോൾ ഈ ദിക്റിനൊക്കെ എത്ര മഹത്വം, മീസാൻ നിറക്കും, ഏറ്റവും വെയിറ്റ് ഉണ്ടാകും അൽഹംദുലില്ലാഹ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് റബ്ബിനോടുള്ള നമ്മുടെ ആ ഇഷ്ടത്തോടെ അൽഹംദുലില്ലാഹ്, റബ്ബിനോടുള്ള നമ്മുടെ ആ ഇഷ്ടവും ആ ബഹുമാനമൊക്കെ നിറഞ്ഞുകൊണ്ടുള്ള ആ സ്തുതിയാണ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നമ്മൾ അവനെ സ്തുതിക്കേണ്ടവരാണ്, സ്തുതിക്കുകയും ചെയ്യണം. റബ്ബ് അതിന് അവകാശപ്പെട്ടവനാണ്. അതോടൊപ്പം അവനെ സ്തുതിക്കാനുള്ള കൽപ്പനയുണ്ട് ഈ ആയത്തിൽ. റബ്ബ് സ്തുതിക്കർഹനാണ് എന്ന് നമ്മളെ അറിയിക്കൽ മാത്രമല്ല, നമ്മൾ അള്ളാഹുവിനെ സദാ സ്തുതിക്കേണ്ടവരാണ് എന്ന കൽപ്പനയും നിർദ്ദേശവും കൂടെ ഇതിൽ എന്തുണ്ട്? അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാ? അൽഹംദുലില്ലാഹ്. നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹ് നമുക്ക് ചെയ്തു തരുന്നൊരു വലിയ നിഅമത്തിനെ ഓർത്തുകൊണ്ട് അതിന് സ്തുതി പറഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. നമുക്കൊരു സെമി മരണത്തിലായിരുന്നു നമ്മൾ. ഉറക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ സെമി മരണത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ജീവൻ നൽകി വീണ്ടും ഹയാത്തിട്ട് തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇനിയിപ്പോൾ എനിക്ക് ജീവൻ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇഷ്ടം പോലെ ആസ്വദിച്ച് ജീവിക്കാനൊന്നും എനിക്ക് വകുപ്പില്ല. ഞാൻ മരിക്കും. മരിച്ചാൽ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോകണം, കണക്ക് പറയണം. ഇലൈഹിൻ നുശൂർ. അപ്പം നമ്മുടെ മരണവും ഓർമ്മിപ്പിച്ചു, ഖബറും ഓർമ്മിപ്പിച്ചു. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുന്നതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു പ്രഭാതത്തിൻ്റെ ഒരു ഡേയുടെ തുടക്കത്തിലെ അൽഹംദുലില്ലാഹ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഏതേത് കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും അൽഹംദുലില്ലാഹ്. പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഇടങ്ങളുണ്ട്. ഇപ്പൊ തുമ്മിയാൽ നമ്മളെന്ത് പറയുന്നുണ്ട്? അൽഹംദുലില്ലാഹ്.
ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പരീക്ഷിക്കപ്പെട്ട ഒരാളെ കാണുകയാണ് നമ്മൾ, വളരെ പ്രയാസപ്പെട്ട അല്ലെങ്കിൽ കഷ്ടപ്പെടുകയാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രയാസം അല്ലാഹ് തന്നിട്ടില്ല. അത് റബ്ബിൻ്റെ തീരുമാനമാണ്. റബ്ബിൻ്റെ പരീക്ഷണങ്ങൾക്ക് ആരാണ് എപ്പോഴാ വിധേയരാകുകയെന്നൊന്നും ആർക്കും പറയാൻ കഴിയൂല. അത് അള്ളയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷിക്കപ്പെട്ട ഒരാളെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റബ്ബിനെ സ്തുതിക്കാൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല എന്ന് തുടങ്ങിയ ഒരു പ്രാർത്ഥന. അല്ലാഹുവാണ് സർവസ്തുതിയും. താങ്കൾക്ക് ബാധിച്ചിട്ടുള്ള ആ ഒരു വിപത്ത് എനിക്ക് തരാത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആ ദിക്ർ പറയുമ്പോൾ പരീക്ഷിക്കപ്പെട്ടയാൾ കേൾക്കാതെ പറയണമെന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ്. നമ്മളൊരാൾ പരീക്ഷിക്കപ്പെട്ട ഒരാൾ കാണുമ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഉറക്കെ പറയല. ഉറക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അർത്ഥമൊന്നും അറിയില്ലെങ്കിൽ അയാൾക്ക് പാവൊന്നും മനസ്സിലാവില്ല. നേരെ മറിച്ച് ഇതിൻ്റെ അർത്ഥം അറിയുന്ന ഒരാളടുത്ത് പോയിട്ട് നമ്മളിത് പറയാൻ പറ്റുമോ? അപ്പം അത് മനസ്സിൽ പറയണം എന്നാണ്, അയാൾ കേൾക്കാതെ പറയണം എന്നാണ്. അതിന് പറയണം എന്താ? നിങ്ങൾക്കുള്ള വിഷമം എനിക്ക് തരാത്ത അള്ളാഹുവിന് സർവസ്തുതിയും. അപ്പം അയാളെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോന്നൽ വരൂലേ? അപ്പം അത് പാടില്ല. അപ്പം അത് പറയാൻ കൽപ്പിക്കപ്പെട്ടു. എന്നാൽ അതിൻ്റെ അദബുകളും മര്യാദകളും അത് പറഞ്ഞെടുത്ത് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്.